എന്താണ് കീസ്റ്റോൺ ഹാബിറ്റ്? ആളുകൾ ചോദിക്കുന്നതാണ്. ഹൈ പെർഫോമർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കീസ്റ്റോൺ ഹാബിറ്റ്. അതാണ് എല്ലാ ദിവസവും പിന്തുടരേണ്ടതെന്നാണ് പറയുന്നത്. എന്താണ് കീസ്റ്റോൺ ഹാബിറ്റ്? ഒരിക്കൽ വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹം വിക്കനായിട്ടുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ലോകം അറിയപ്പെടുന്നത് പ്രാസംഗികനായി മാറണമെന്ന്. പക്ഷേ എങ്ങനെ പ്രാസംഗികനാകാൻ സാധിക്കും? ഒരു സെൻറ്റൻസ് പോലും പൂർത്തി ചെയ്യാൻ കഴിയാത്ത ഒരു ബാലന് ആകാൻ സാധിക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു, എനിക്ക് പ്രാസംഗികനായി മാറണം. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹം മലയുടെ മുകളിൽ പോയി പള്ളകളോടും അല്ലെങ്കിൽ ലതാദികളോടും പ്രസംഗിക്കാൻ ആരംഭിച്ചു. കടൽ തീരത്ത് പോയി തിരമാലയ്ക്ക് നേരെ നോക്കി പ്രസംഗിക്കാൻ ആരംഭിച്ചു. അദ്ദേഹം തൻ്റെ നാവിൻ്റെ മുകളിൽ ചരലുകൾ ഇട്ടുകൊണ്ട് ശബ്ദം സംസാരിക്കാൻ ആരംഭിച്ചു. വർഷങ്ങൾ കടന്നുപോയി. രണ്ടാം ലോകമായത് നടന്നു കഴിഞ്ഞപ്പോൾ ബ്രിട്ടൻ ഏകദേശം പരാജയത്തിൻ്റെ നടുവിൽ നിന്ന സമയത്ത് ഒരു വലിയ പ്രസംഗം നടത്തിയ ചരിത്രം നാം കേട്ടിട്ടുണ്ട്. നെവർ നെവർ എവർ ഗീവ് അപ്പ്. ഒരിക്കലും പരാജയപ്പെടരുത്, പിന്നോട്ട് പോകരുത്, പതറിപ്പോകരുത്, നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ആ ശക്തമായ പ്രസംഗം നടത്തി ബ്രിട്ടീഷ് പട്ടാളത്തിന് ശക്തി കൊടുത്ത് വലിയ വിജയം കൈവരിച്ച ആ പ്രസംഗം നടത്തിയത് മറ്റാരുമായിരുന്നില്ല, വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ഒരു വിക്കനിൽ നിന്ന് വാഗ്മിയായി മാറിയ ഒരു വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ കീസ്റ്റോൺ ഹാബിറ്റ്. ഹൈ പെർഫോമർ ആകാമെന്നുള്ള ആഗ്രഹത്തിന് പിന്നിൽ അദ്ദേഹം പ്രയത്നിക്കാൻ തയ്യാറായിരുന്നു. ദാറ്റ് പ്രാക്ടീസ് എന്നാൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് ഒരു ഹൈ പെർഫോമർ ആകണമെങ്കിൽ, ഒരു ഒറേറ്റർ ആകണമെങ്കിൽ, ഒരു വാഗ്മി ആകണമെങ്കിൽ, ഒരു പ്രഭാഷകനാകണമെങ്കിൽ എന്ത് കീസ്റ്റോൺ ഹാബിറ്റാണ് ഞാൻ ചെയ്യേണ്ടത്? ചോദിക്കട്ടെ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ നിഷ് ഏരിയ എന്താണ്? നിങ്ങൾ അതിലേക്കെത്താൻ നിങ്ങൾ ചെയ്യുന്ന ആ 7 ഹാബിറ്റ് എന്താണ്? 4 മുതൽ 7 ഹാബിറ്റ് വരെ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്താൽ നിങ്ങൾക്കതാകാൻ സാധിക്കും. പക്ഷേ എന്താണ് നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ്? ഞാൻ ഉദാഹരണം പറഞ്ഞു, പ്രാസംഗികനാകാൻ ആഗ്രഹിച്ച ആളുടെ കീസ്റ്റോൺ ഹാബിറ്റ്, ഒരു ബിസിനസ് മാൻ ആകാൻ ആഗ്രഹിക്കുന്ന ആളുടെ കീസ്റ്റോൺ ഹാബിറ്റ്. നിങ്ങളുടെ ബിസിനസ് ഇത്ര എമൗണ്ടിൽ നിന്ന് ഇത്ര ലക്ഷത്തിലേക്ക്, ഇത്ര കോടിലേക്ക് എത്തിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതിനകത്താണ് എക്സ്പേർട്ട് ആകേണ്ടത്? കസ്റ്റമർ അക്വിസിഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് സ്ട്രാറ്റജി, ഫണ്ട് റൈസിങ്, കസ്റ്റമർ റിലേഷൻഷിപ്സ്, ധാരാളം മേഖലകളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് B2B ബിസിനസ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് B2C ബിസിനസ് ആയിരിക്കാം. ഇപ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ ആഗ്രഹത്തിനും അതിനായി ബന്ധപ്പെട്ടതായിട്ടുള്ള കീസ്റ്റോൺ ഹാബിറ്റ് ആവശ്യമാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്നത് IT ഇൻഡസ്ട്രിയിലായിരിക്കാം, പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലായിരിക്കാം, ഫിനാൻസ് മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ MSME മേഖലയിലായിരിക്കാം. അവിടെയെല്ലാം ഉയരണമെങ്കിൽ, ഹൈ പെർഫോമർ ആകണമെങ്കിൽ കീസ്റ്റോൺ ഹാബിറ്റ് ആവശ്യമാണ്. എങ്ങനെയാണ് കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തുവാൻ സാധിക്കുക? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകൾക്കും ലക്ഷ്യമുണ്ട്, നിഷ് ഏരിയ ഉണ്ട്, ഫോക്കസ് ഉണ്ട്, പക്ഷേ അവർ ചെയ്യുന്ന കാര്യം റോങ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം റോങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കാതെ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾ വിജയിക്കാൻ ഡിസേർവ് ചെയ്യുന്ന ആളാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യം കൃത്യമല്ല. നിങ്ങളൊരു പാറയിൽ അടിച്ചുകൊണ്ടിരുന്നാൽ ആ പാറ പൊട്ടണമെന്നില്ല. പാറയിൽ എവിടെയാണ് അടിക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ പാറ പൊട്ടിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു വലിയ ഫാക്ടറിയിൽ ഒരു വലിയ മെഷീൻ കേടുവന്നു. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പല ആളുകളെയും വിളിച്ചു, പക്ഷേ ആർക്കും നന്നാക്കാൻ സാധിച്ചില്ല. അവസാനം എവിടെ നിന്ന് ഒരാൾ വന്നു. അദ്ദേഹം തൻ്റെ കീശയിൽ നിന്ന് സഞ്ചിയിൽ നിന്ന് ചുറ്റിയെടുത്ത് എവിടെയോ അടിച്ചു. ഒറ്റ അടി കൊടുത്തു, ആ മെഷീൻ വർക്കായി. എല്ലാവർക്കും സന്തോഷമായി. അവസാനം അദ്ദേഹം വലിയൊരു ബില്ല് കൊടുത്തു. $1,000 $1,00,000 എന്തോ ബില്ല് കൊടുത്തു. അവർക്ക് അത്ഭുതമായി. ഒരു ആണി കൊണ്ട്, ഒരു ചുറ്റി കൊണ്ട്, ഒരു മുട്ടിയതിന് ഇത്രയും വലിയ പൈസയോ? അപ്പോൾ അദ്ദേഹം എഴുതി, 99,999 രൂപ മുട്ടാനുള്ള എൻ്റെ നോളജും $1 ഞാൻ മുട്ടിയതിൻ്റെ കൂലിയും. ഇത് തന്നെയാണ്. ആ മുട്ടേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് ഉയരുവാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് കീസ്റ്റോൺ ഹാബിറ്റ്? അത് കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. എങ്ങനെ കണ്ടെത്തുവാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങളുടെ മൈക്രോ ക്ലാരിറ്റി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാവർക്കും ഓരോ കീസ്റ്റോൺ ഹാബിറ്റ് അല്ല. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നല്ല ശീലമാണ്, പക്ഷേ അത് എല്ലാവരും ചെയ്തുകൊണ്ട് വിജയിക്കണമെന്നില്ല. എല്ലാവരും ഒരു സ്കിൽ കോഴ്സ് പഠിച്ചുകൊണ്ട് ജയിക്കണമെന്നില്ല. നിങ്ങളുടെ മേഖലയിൽ നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തണം. ഇത് ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. ഞാൻ എഴുതുമ്പോൾ, ഞാൻ വായിക്കുമ്പോൾ, ഞാൻ പ്രസംഗിക്കുമ്പോൾ, ഞാൻ കോച്ചിങ് ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റുകളാണ് കീസ്റ്റോൺ ഹാബിറ്റുകൾ. നിങ്ങൾക്കും കീസ്റ്റോൺ ഹാബിറ്റ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. അതിന് ടെക്നോളജി ഉപയോഗിക്കേണ്ട ആവശ്യമാണ്. ഒരു ടെക്നോളജിക്കൽ ടൂൾ ഉപയോഗിച്ചാണ് നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തേണ്ടത്. അത് നിങ്ങളൊരു മെൻറ്ററുടെ, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറുടെ സഹായത്തോടെയാണ് ഈ കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തേണ്ടത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യുവാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുക. ഒരു വ്യക്തിക്ക് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്ര വേണമെങ്കിൽ ഉയരുവാൻ സാധിക്കും.
അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞതും, സാധാരണക്കാരനും അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന് കാരണം നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. കൺസിസ്റ്റൻസി, നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾക്ക് മാറ്റമുണ്ടാകാത്തതിന് കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റല്ല എന്നുള്ളതാണ്. സോ ഈ ഒരു ടെക്നോളജിക്കൽ പ്രോസസ്സിലൂടെയും മെൻറ്റർ സപ്പോർട്ടിലൂടെയും നിങ്ങൾക്ക് കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തുവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടൂളാണ് മൈക്രോ അസെൻറ്റ് മെത്തേഡ്. അതിനകത്ത് മൈക്രോ അവെയർനെസ് ഉണ്ട്, മൈക്രോ സ്ട്രാറ്റജീസ് ഉണ്ട്, മൈക്രോ ഹാബിറ്റ് ഉണ്ട്, മൈക്രോ എക്സിക്യൂഷൻ ഉണ്ട്, മൈക്രോ റിവ്യൂ സിസ്റ്റം ഉണ്ട്. ഈ മൈക്രോ ക്ലാരിറ്റി റിപ്പോർട്ട്, മൈക്രോ അവെയർനെസ്സിൽ തന്നെ നമ്മൾ കണ്ടെത്തുകയാണ് നിങ്ങളുടെ മേഖല ഏതാണ്, നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റ് ഏതാണെന്നുള്ളത്. ആ കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. നിങ്ങൾ ഒരിക്കലും ഓവർലോഡ് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് ഈ കീസ്റ്റോൺ ഹാബിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രൊഡക്റ്റീവ് ആകാൻ സാധിക്കില്ല. നെവർ ഓവർലോഡ് വിത്ത് ലോട്ട്സ് ഓഫ് ടാസ്ക്. പല ആളുകൾ പറയും ഞാൻ ഫുള്ളി ബിസിയാണ്, ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആണ്, വൈകിട്ടാകുമ്പോഴത്തേക്കും ടയേർഡായി പോകുന്നു. നോ, യു ഷുഡ് നോട്ട്. ഞാനും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പറയുകയാണ്, ഞാൻ ഒരിക്കലും ടയേർഡാകാറില്ല. കാരണം ഐ റിയലി കൺസേർവ് അബൌട്ട് മൈ എനർജി. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാറില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഏത് സമയത്തും എനർജി ഉള്ള ഒരാളാണ്. എന്നോട് പലരും പറയും യു നെവർ സീ വിത്ത് ലെസ് എനർജി. അത്രമാത്രം വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള, വളരെ ദുഃഖകരമായ, വളരെ വേദന ഉണ്ടെങ്കിൽ കൂടെയും ഞാൻ എപ്പോഴും ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ആളായിരിക്കും. കാരണം ഐ പ്രിസർവ് എനർജി. സോ നെവർ വേസ്റ്റ് യുവർ എനർജി ഫോർ അൺനെസറി തിങ്. കാരണം നിങ്ങൾ ഹൈപ്പർഫോർ ആകാൻ ഡെസ്റ്റിൻ ചെയ്യപ്പെട്ട ആളാണ്, നിങ്ങൾ ഹൈപ്പർഫോർ ആകാനായിട്ട് തീരുമാനിക്കപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയെ സേവ് ചെയ്യാൻ സാധിക്കും, ടൈമിനെയും സേവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു തളർച്ച ഉണ്ടാകില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കീസ്റ്റോൺ ഹാബിറ്റ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുക? ഞാൻ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അതൊരിക്കലും ടഫല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ ടഫാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് ഓട്ടോമേറ്റ് ചെയ്തിട്ടില്ല എന്നും നിങ്ങൾക്കത് പറ്റിയ കാര്യമല്ല എന്നും നിങ്ങളത് എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ കീസ്റ്റോൺ ഹാബിറ്റ് നിങ്ങളുടെ ഗോളുമായി അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻജോയ് ചെയ്യും. അതുകൊണ്ട് കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്തുക, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കുക, അത് എൻജോയബിൾ ആക്കുക. അതുവഴി നിങ്ങളുടെ ടൈമും എനർജിയും സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് യാത്ര ചെയ്യുക. ഞാനൊരു കൺസൾട്ടൻ്റാണ്, കോച്ചാണ്. ഞാൻ ആളുകളെ സഹായിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. എങ്ങനെ ഹൈപ്പർഫോർ ആകാൻ സാധിക്കും, എങ്ങനെ ഒരു കസ്റ്റമർ ക്ലാരിറ്റി, നിങ്ങളുടെ ഗോളിൽ ക്ലാരിറ്റി, നിങ്ങളുടെ കീസ്റ്റോൺ ഹാബിറ്റിൽ ക്ലാരിറ്റി, നിങ്ങളുടെ ട്രാക്കിങ്ങിൽ ക്ലാരിറ്റി എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ നിങ്ങൾ നല്ലൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ആകാൻ സാധിക്കും. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് വാല്യൂവിലാണ്. കുറേ ആളുകളെ സഹായിക്കുന്നതിനേക്കാൾ കുറച്ചാളുകൾ സഹായിച്ച് അവരിൽ വലിയ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. പല ആളുകളും നമ്മെ വിളിക്കുന്നതിനകത്ത് ചില കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. ചിലതൊക്കെ കുറേ സമയമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പഠിച്ച ശേഷമാണ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ധാരാളം ആളുകൾക്കുണ്ടാകുന്ന മാറ്റമാണ് എന്നെ വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ 1500 പല വീഡിയോകൾ ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് സാമ്പത്തികമായി നഷ്ടം മാത്രമേ എൻ്റെ വീഡിയോകൾ ചെയ്യുമ്പോഴുണ്ടാകുന്നു. കാരണം ഇൻവെസ്റ്റ് ചെയ്യണം, സമയം സ്പെൻഡ് ചെയ്യണം, ധാരാളം വായിക്കണം. പക്ഷേ ഇതിന് ശേഷം പല ആളുകളുമായി കൺസൾട്ട് ചെയ്യുമ്പോൾ അവരുണ്ടാകുന്ന മാറ്റമാണ് ഇപ്പോഴും ഏകദേശം 10 വർഷമായിട്ടും ഞാൻ തുടരെ ഈ വീഡിയോകൾ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങളെയും എനിക്ക് സഹായിക്കാൻ സാധിക്കും. ഒരു സാധാരണക്കാരനായ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ഒരു കൃഷിക്കാരൻ്റെ മകനായി ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് ഞാൻ ഒത്തിരി അധികം കാര്യങ്ങളെ എനിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചതിന് കാരണം ഈ ഒരു മൈക്രോ സിസ്റ്റമാണ്. നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. തീർച്ചയായും താഴെ എൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. വലിയ മാറ്റം സുനിശ്ചിതമാണ്. ഓൾ ദി ബെസ്റ്റ്.